നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എക്സാലോജിക് വിവാദത്തിനിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വീണ്ടും നാടകീയമായ രംഗങ്ങൾ. ആരോപണം ഉന്നയിക്കാൻ ഒരുങ്ങിയ മാത്യു കുഴൽനാടൻ MLAയുടെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു. എക്സാലോജിക് വിഷയത്തിന് വീണ്ടും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒരു വിഷയം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ചർച്ച ചെയ്യുന്നതിന് വീണ്ടും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിക്കാനുള്ള മാത്യു കുഴൽനാടന്റെ ശ്രമത്തെയാണ് സ്പീക്കർ തടഞ്ഞത്. വ്യക്തമായ രേഖകളില്ലാതെയുള്ള ആരോപണം അനുവദിക്കില്ല എന്നായിരുന്നു സ്പീക്കർ പറഞ്ഞത്. എന്നാൽ ചട്ടപ്രകാരമാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇടപെട്ടതെന്ന് മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ആരോപണത്തിന് അടിസ്ഥാനമായ രേഖ വേണമെന്ന് സ്പീക്കറുടെ ഓഫീസ് ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകുകയും ചെയ്തു. എന്നിട്ടും അനുമതി നിഷേധിച്ചത് എന്തിനെന്ന് മനസ്സിലായില്ല എന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. MLA എന്ന നിലയിൽ ഉത്തരവാദിത്തത്തോടെ വിഷയം അവതരിപ്പിക്കാവുന്ന വേദി എന്ന നിലയിലാണ് ആരോപണം ഉന്നയിക്കാൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുത്തത്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആധികാരികതയോടെ കാര്യം അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. പാർട്ടിയുടെ അനുമതിയോടെ വിഷയം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. അസാധാരണമായ സംഭവങ്ങളാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അരങ്ങേറിയതെന്ന് PC വിഷ്ണുനാഥ് പറഞ്ഞു. ആരോപണം മുൻകൂട്ടി എഴുതി കൊടുത്തിട്ടാണ് ഉന്നയിക്കാൻ ശ്രമിച്ചത്. എഴുതി കൊടുത്താണ് PV അൻവർ ആരോപണം ഉന്നയിച്ചത്. അത് അനുവദിച്ച സ്പീക്കർ മാത്യു കുഴൽനാടന് അനുമതി നൽകിയില്ലെന്നും PC വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി. അതേസമയം മാസപ്പടി കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. മാസപ്പടി വിവാദത്തിൽ ഹൈക്കോടതിയിൽ നിർണായകമായ വാദം നടന്നു. KSIDCയുടെയും ഷോൺ ജോർജിന്റെയും ഹർജികളായിരുന്നു ഹൈക്കോടതി പരിഗണിച്ചത്. വിശ്വാസ്യതയെ സമൻസ് ബാധിക്കുമെന്ന് KSIDC അറിയിച്ചു. തങ്ങൾക്ക് പണം കിട്ടിയില്ലെന്ന് KSIDC വ്യക്തമാക്കി. അന്വേഷണത്തെ തടയാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് ഹൈക്കോടതി ചോദിച്ചു. കൂടുതൽ അന്വേഷണം ആവശ്യമെന്ന് SFIO കോടതിയിൽ ആവശ്യപ്പെട്ടു. വിശദീകരണം ചോദിച്ചെങ്കിലും CMRL മറുപടി തന്നില്ലെന്ന് KSIDC അറിയിച്ചു. ചോദിച്ച വിശദീകരണം കാണിക്കാൻ KSIDCയോട് കോടതി പറഞ്ഞു. എന്നാൽ രേഖകൾ ഹാജരാക്കാൻ 2 ആഴ്ച സമയം വേണമെന്നായിരുന്നു KSIDC പറഞ്ഞത്. ഹർജി നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ഉണ്ടാവില്ലെന്ന് KSIDCയോട് കോടതി പറയുകയുണ്ടായി. കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് ഹൈക്കോടതി വാക്കാൽ പറഞ്ഞിരിക്കുകയാണ്. കേസ് ഈ മാസം 26 മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.